നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല എനർജറ്റിക് ആയിട്ട് ഹാപ്പി ആയിട്ടിരിക്കുന്ന എത്ര പേരുണ്ട് വീഡിയോ കാണാനായിട്ട്? നിങ്ങൾ ഹാപ്പി ആയിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നല്ല പോസിറ്റീവ് വൈബ്രേഷനോട് കൂടി ഇരിക്കുകയാണെങ്കിൽ താഴെ ഐ ആം റെഡി എന്ന് ഇപ്പം തന്നെ കമന്റ് ചെയ്യണം കേട്ടോ. നമ്മളുടെ ഉപബോധ മനസ്സ് ഏത് രീതിയിൽ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങൾ എടുക്കുന്നോ അതേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നല്ല പോസിറ്റീവായിട്ട് നല്ല ഹൈ എനർജിയോട് കൂടി വീഡിയോസ് കാണുക. വീഡിയോ പൂർണ്ണമായിട്ടും കാണുക, സ്കിപ്പ് ചെയ്ത് പോകാതെ. എങ്കിൽ മാത്രമേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മളുടെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടാകാനായിട്ട് അത് കാരണമാവുള്ളൂ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ പേഴ്സിൽ, നമ്മളുടെ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ നമ്മളൊരു ഏഞ്ചൽ നമ്പർ, ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്കിൽ അല്ലെങ്കിൽ ലോ ഓഫ് അട്രാക്ഷനിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു നമ്പർ, ഒരു ഏഞ്ചൽ നമ്പർ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി, നിങ്ങളൊരു എന്താ പറയുക, കഷ്ടപ്പാടിലും ദുരിതത്തിലും ഒക്കെ ആണെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടണം എന്നുണ്ടെങ്കിൽ, നിങ്ങൾ കടബാധ്യതകളിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, നിങ്ങളിലേക്ക് പണം അനായാസം ഒഴുകിയെത്തണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ഏഞ്ചൽ നമ്പർ, ഞാൻ പറയാൻ പോകുന്ന ഏഞ്ചൽ നമ്പർ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ തീർച്ചയായിട്ടും ഒരു ചതുര പേപ്പറിൽ എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ആ നമ്പറിൻ്റെ കാര്യം പറയുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ കൂടുതലായിട്ടും എവിടെയാണ് നമ്മൾ എപ്പോഴും പണം കൈകാര്യം ചെയ്യുന്നത് എവിടെയാണ്? നിങ്ങൾ ആലോചിച്ച് നോക്കിയോന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഏത് സ്ഥലത്താണ് നമ്മൾ കൂടുതലായിട്ടും പണം എപ്പോഴും നമ്മളുടെ പുറത്ത് പോകുമ്പോഴും എല്ലാം നമ്മൾ ഏതൊരു സ്ഥലത്താണ് പണം കൈകാര്യം ചെയ്യുന്നത് കൂടുതലായിട്ടും? ഇപ്പം കൂടുതൽ പേരും ഗൂഗിൾ പേയും അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിലായിരിക്കും. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ നമ്മളുടെ കയ്യിലുള്ള പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ 10 രൂപയാണേലും 1 രൂപയാണേലും ബസ്സിലൊക്കെ കയറുന്നവരൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ പൈസ വാങ്ങിച്ച് ഈ പേഴ്സിനുള്ളിൽ ആയിരിക്കും അല്ലേ ഇടുന്നത്. പലരും ചെയ്യുന്നൊരു തെറ്റുണ്ട് കേട്ടോ. പ്രധാനമായിട്ടും സ്ത്രീകളാണ്. ഒരു ബാഗ് കയ്യിൽ കാണും, അവരുടെ ബാഗിലില്ലാത്ത പേപ്പേഴ്സ് കാണുകയില്ല. ഈ ഒരു നോട്ടാണെങ്കിലും അതിൻ്റെ ഇടയിൽ നിന്ന് എടുക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും, പൈസയെ പറ്റി യാതൊരു ഉത്തരവാദിത്വവും ഇല്ലാത്തവരായിരിക്കും. കാരണം മണിക്കൂറുകളാണ് ഈ ബാഗിലിട്ട് ഇങ്ങനെ തപ്പുന്നത്. നമ്മളൊരു ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പം ഞാൻ മിക്കപ്പോഴും കണ്ടിട്ടുണ്ട് പല സ്ത്രീകളും ഈ പൈസയുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല എന്നത് വേണം നമ്മൾ മനസ്സിലാക്കാൻ കേട്ടോ, ഇങ്ങനെ ചെയ്യുന്നവരെ. കാരണം അവർ കുറേ പേപ്പറുകളുടെ ഇടയിലായിരിക്കും ഈ നോട്ടുകൾ ഇടുന്നത്, എന്നിട്ട് ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കും. അവർക്ക് യാതൊരു ഉത്തരവാദിത്വവും ജീവിതത്തിൽ, അലസത മനോഭാവം ഉള്ളവരാണ് ഈ രീതിയിൽ പെരുമാറുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ആ ശീലം മാറ്റണം കേട്ടോ. നമ്മളുടെ കയ്യിൽ എത്ര രൂപ നമ്മൾ ഒരു പുറത്ത് പോകുമ്പോൾ നമ്മൾ കൃത്യമായി ഒരു സ്ഥലത്ത് തന്നെ ഒരു പേഴ്സിൽ 2 ഉറയുണ്ടെങ്കിൽ ഒരൊറയിൽ പൈസ മാത്രം, പണം മാത്രം നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് ഒരു ബാഗിൻ്റെ ഒരു വശം നമ്മൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ എത്ര രൂപ നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ നമ്മളുടെ കയ്യിൽ കൃത്യമായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളത് അല്ലെങ്കിൽ എത്ര രൂപ ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാനായിട്ട്. അതൊക്കെ നമ്മളുടെ ജീവിതത്തിലെ ഒരു ഭാഗമാക്കണം. നമ്മളുടെ ജീവിതത്തിലെ ഒരു ലൈഫ് സ്റ്റൈല്, നമ്മളുടെ ഒരു ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മൾ അതിനെ കരുതണം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പണം എന്ന് പറയുന്ന സാധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരണമെങ്കിൽ പണത്തോട് നമ്മൾ ബഹുമാനം കാണിക്കണം, സ്നേഹം കാണിക്കണം. നമ്മളുടെ വൈബ്രേഷൻ ലെവല്, നമ്മളുടെ ചിന്താഗതി, ഇതൊക്കെ പണത്തിൻ്റെ വൈബ്രേഷൻ ലെവലോട് എത്തിയെങ്കിൽ മാത്രമേ നമ്മളിലേക്ക് പണം വരികയുള്ളൂ, അല്ലെങ്കിൽ നമ്മൾക്ക് പണം സമ്പാദിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. നമ്മൾ ഈ വീടുകളിൽ അവിടെ ഇവിടെയും ഫ്രിഡ്ജിന്റെ മണ്ടയിലും അല്ലെങ്കിൽ പല കാണുന്ന സ്ഥലത്തും കാണാത്ത സ്ഥലത്തും ഒന്നും നിങ്ങൾ പണം അലക്ഷ്യമായിട്ട് ഇടുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾ ഇന്ന് തന്നെ ആ സ്വഭാവം ഉണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും പണത്തെ ആഗ്രഹിക്കുന്നുണ്ട്, പണം നിങ്ങളിലേക്ക് ജീവിതത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം കൃത്യമായ ഒരു സ്ഥലത്ത്, അത് നിങ്ങളുടെ അലമാരി ആയിക്കോട്ടെ പേഴ്സ് ആയിക്കോട്ടെ, കൃത്യമായി എവിടെയാണോ അവിടെ തന്നെ വെക്കണം കേട്ടോ. അല്ലാതെ അവിടെ ഇവിടെയും ഒക്കെ കൊണ്ട് ഏതെങ്കിലും മുക്കിലും മൂലയിലും ചുക്കിരി ഇരിക്കുന്നിടത്തും അല്ലെങ്കിൽ പൊടി ഇരിക്കുന്നിടത്തും ഒന്നും പണം കൊണ്ട് നമ്മൾ എറിയാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ അത് പിന്നീട് എടുക്കാം അല്ലെങ്കിൽ ഉടനെ എടുക്കാം എന്ന് കരുതിയായിരിക്കും വെക്കുന്നത്. നിങ്ങൾ അങ്ങനെ ആ ഒരു ശീലം നമ്മൾ മാറ്റണം കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മളൊരു അച്ചടക്കം, ഓരോ കാര്യത്തിലും നമ്മൾ അച്ചടക്കം പാലിച്ചെങ്കിൽ മാത്രമേ, ഒരു ഡിസിപ്ലിൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ പണം പ്രത്യേകിച്ച് നമ്മളുടെ ജീവിതത്തിൽ ഒരു ഐശ്വര്യവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ. അപ്പം നമ്മൾ കൃത്യമായിട്ട് പണം വെക്കാൻ ഒരു കൃത്യമായ സ്ഥലം ഉണ്ടാകണം. ഞാൻ നേരത്തെ ഒരു കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഏത് സ്ഥലത്താണ് നമ്മൾ കൂടുതലും പണം കൈകാര്യം ചെയ്യുന്നത്? നമ്മുടെ വീടുകളിൽ അലമാരിയുണ്ട്, അലമാരിയിലും അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള പേഴ്സിലും ആയിരിക്കും അല്ലേ. അപ്പോൾ ഈ പേഴ്സിൽ, ഈ 2 അലമാരിയിലും പേഴ്സിലും നിങ്ങൾ എഴുതി വെക്കേണ്ട ഒരു ഏഞ്ചൽ നമ്പറിനെ പറ്റിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. അതാണ് 1176.
എന്താണ് 1176. അപ്പം ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്, ഇത് കണ്ടോ, ഇതിൽ ഞാൻ എഴുതിയിട്ടുണ്ട് 1176. ഇതിന്റെ താഴെ തന്നെ മലയാളത്തിൽ ഞാനൊരു കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. എന്നിലേക്ക് പണം അനായാസം ഒഴുകിയെത്തുന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി. ഇങ്ങനെയാണ് ഞാൻ എഴുതിയേക്കുന്നത്, കണ്ടോ. എന്നിലേക്ക് പണം അനായാസം ഒഴുകിയെത്തുന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി. ആദ്യം മണ്ടയില് ഇത് കണ്ടോ, മുകളിലെ ഭാഗത്ത് 1176 എന്ന് എഴുതുക. താഴെ ഭാഗത്തായിട്ട് എന്നിലേക്ക് പണം അനായാസം ഒഴുകിയെത്തുന്നതിന് പ്രപഞ്ച ശക്തിക്ക് നന്ദി എന്ന് ഇങ്ങനെ എഴുതി വെക്കുക. ഇതേപോലെ ഒരു ചതുര പേപ്പർ, ചെറിയൊരു പേപ്പർ എടുത്താൽ മതി. ഇത് എഴുതിയിട്ട് ഇങ്ങനെ 4ആയിട്ട് മടക്കണം കേട്ടോ. ഇതേപോലെ 4ആയിട്ട് മടക്കുക. അതിൽ കൂടുതൽ മടക്കൊന്നും വേണ്ട. ഇതേപോലെ നിങ്ങൾ 4ആയിട്ട് മടക്കുക. എന്നിട്ട് നിങ്ങൾ എപ്പോഴും പണം കൈകാര്യം ചെയ്യുന്ന, നിങ്ങൾ പുറത്തൊക്കെ പോകുമ്പോൾ പണം സൂക്ഷിക്കുന്ന, അല്ലെങ്കിൽ ഏതൊക്കെ സ്ഥലത്താണ് നിങ്ങൾ പണം സൂക്ഷിക്കുന്നത് ആ ഭാഗത്ത് നിങ്ങൾ ഇതേപോലെ ഒരു പേപ്പർ എഴുതി വെക്കണം കേട്ടോ. നമ്പർ മാറിപ്പോകല്. വളരെ എന്താ പറയുക, പവർഫുൾ ആയിട്ടുള്ള വളരെ ഒരു എനർജി ലെവലുള്ള ഒരു സംഖ്യാശാസ്ത്രത്തിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് 1176. പണത്തെ അനായാസം നമ്മളിലേക്ക് കൊണ്ടുവരാനും, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നും അവസരങ്ങളിൽ നിന്നും ഒക്കെ പണം നമ്മളിലേക്ക് ഒഴുകിയെത്താൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ഒരു നമ്പറാണ് 1176. അപ്പോൾ ഈ നമ്പർ എല്ലാവരും കൃത്യമായിട്ട് എഴുതി വെക്കുക. നിങ്ങൾ പണം സൂക്ഷിക്കുന്ന നിങ്ങളുടെ അലമാരിയിലോ അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പേഴ്സിലോ കൃത്യമായിട്ട് വെക്കണം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കൊണ്ടുപോകുന്ന പേഴ്സ്, നമ്മൾ ഉപയോഗിക്കുന്ന നിരന്തരം പണം കൈകാര്യം ചെയ്യുന്ന പേഴ്സ് നല്ല നീറ്റ് ആൻഡ് ക്ലിയർ ആയിരിക്കണം കേട്ടോ. നിങ്ങളുടെ കടബാധ്യതകളോ അല്ലെങ്കിൽ പണയത്തിൻ്റെ പേപ്പറോ, നിങ്ങൾ കൊടുക്കാനുള്ള ബാധ്യതകളുടെ പേപ്പറോ ഒന്നും നിങ്ങളുടെ ഈ പണം സൂക്ഷിക്കുന്ന ഒരു പേഴ്സിൽ നിങ്ങൾ കൊണ്ട് നടക്കാനേ പാടില്ല. ഈ പണത്തോടൊപ്പം നിങ്ങളുടെ കടബാധ്യതകളുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സമ്പാദ്യമല്ലാത്ത നിങ്ങൾ കൊടുക്കാനുള്ള പൈസ, പണയം വെച്ചേക്കുന്നത്, അല്ലെങ്കിൽ കടത്തിൻ്റെ എന്തെങ്കിലും പേപ്പറുകൾ, ലോണുകൾ, ഇങ്ങനെയുള്ള പേപ്പേഴ്സ് ഒന്നും നിങ്ങളുടെ പണം സൂക്ഷിക്കുന്ന നിങ്ങളുടെ ബാഗിലോ പേഴ്സിലോ ഈ പണത്തോടൊപ്പം വെക്കാൻ പാടില്ല. ഈ ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിച്ചേ പറ്റുള്ളൂ, അത് മാറ്റിയേ പറ്റുള്ളൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അലമാരിയിൽ കൃത്യമായിട്ട് പണം വെക്കുന്ന സ്ഥലത്ത് പണം മാത്രം, നിങ്ങളുടെ സമ്പാദ്യം മാത്രം. അതിലെന്തൊക്കെ വെക്കാൻ പറ്റും? നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ വീടിൻ്റെ ആധാരമുണ്ടെങ്കിൽ അത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളുടെ സമ്പാദിക്കുന്ന പണം വെക്കാൻ പറ്റും. നിങ്ങൾക്ക് ഗോൾഡ് ആഭരണങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ഒരു സമ്പാദ്യമാണ് അല്ലേ, നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ അതൊക്കെ ഈ ഒരു പണത്തോടൊപ്പം വെക്കുക. അതിൻ്റെ കൂടെ, ഈ പണത്തിൻ്റെ കൂടെ നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളുടെ കടബാധ്യതകളുടെയോ നിങ്ങൾ കൊടുക്കാനുള്ള ലോണിൻ്റെ പേപ്പേഴ്സോ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ അങ്ങോട്ട് കൊടുക്കാനുള്ള നിങ്ങളുടെ ബാധ്യതകളുടെ പേപ്പേഴ്സോ എഴുതിയ കാര്യങ്ങളോ ഒന്നും ഈ പണത്തോടൊപ്പം വെക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ നമ്മളുടെ സുഗന്ധ ദ്രവ്യങ്ങൾ നമുക്ക് വെക്കാം. നല്ല പെർഫ്യൂംസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അലമാരിയിൽ ഈ പണം വെക്കുന്ന ആ ഒരു സ്ഥലത്ത് അതിനോടൊപ്പം തന്നെ വെക്കാം. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ആധാരം, നിങ്ങളുടെ അസറ്റായിട്ടുള്ള നിങ്ങളുടെ കയ്യിൽ ഉള്ള നിങ്ങളുടെ സമ്പാദ്യത്തിൻ്റെ പേപ്പറുകൾ വെക്കാം, ആധാരം വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വണ്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ നിങ്ങൾ വാങ്ങിച്ച പേപ്പർ, അതൊക്കെ നമുക്ക് സന്തോഷവും നല്ല പോസിറ്റീവ് എനർജിയും തരുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പണം സൂക്ഷിക്കുന്ന സ്ഥലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കടബാധ്യതകളുടെ കാര്യങ്ങളൊന്നും, ഒരു പേപ്പർ പോലും, പണയത്തിൻ്റെ കാര്യങ്ങളൊന്നും, അതൊക്കെ നിങ്ങൾ വേറെ ഫയലിലാക്കി നിങ്ങൾ വേറെ സ്ഥലത്ത് സൂക്ഷിക്കുക. ഒരു പെട്ടി അതിനായിട്ട് തന്നെ നിങ്ങൾ മാറ്റി സൂക്ഷിക്കുക. പണം വെക്കുന്ന, നിങ്ങളുടെ സമ്പാദ്യം വെക്കുന്ന ആ ഒരു പേപ്പേഴ്സിൻ്റെ കൂടെയോ പണത്തിൻ്റെ കൂടെയോ നിങ്ങളുടെ ആഭരണത്തിൻ്റെ കൂടെയോ നിങ്ങളുടെ കടത്തിൻ്റെ ബാധ്യതകൾ ദയവ് ചെയ്ത് വെക്കരുത് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ പണത്തെ ഒരു പവിത്രമായി അതിനൊരു പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് പണം വരുവുള്ളൂ. നമ്മൾ എത്രത്തോളം നമ്മളൊരു ബഹുമാനവും സ്നേഹവും ഒക്കെ കൊടുക്കുമ്പം നമ്മളിലേക്ക് പണം അനായാസം, പണവും നമ്മളോടൊരു എനർജി, നമ്മളുടെ എനർജി പണത്തിന് ഫീൽ ചെയ്യുകയും ആ പണം നമ്മളിലേക്ക് ഒഴുകിയെത്താനായിട്ട് ആ ഒരു വൈബ്രേഷൻ ലെവൽ നമ്മളുടെ കൂടുകയും, ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. നമ്മളുടെ വൈബ്രേഷൻ ലെവൽ, നമ്മളുടെ ഉപബോധ മനസ്സിലുള്ള വൈബ്രേഷൻ ലെവൽ ഉയരാനായിട്ട് സാധിക്കും. നമുക്ക് പണം വേണമെന്ന ആഗ്രഹം തോന്നാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പം പണവും നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങുകയും പണം അനായാസം ഇവരുടെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണ് എന്ന തോന്നൽ ഈ പണത്തിൻ്റെ എനർജിക്ക് തോന്നുകയും നമ്മളിലേക്ക് പണം അനായാസം വരാനായിട്ട് നമ്മൾക്ക് പല വിധത്തിൽ, പല അവസരങ്ങൾ, പല വ്യക്തികൾ, അങ്ങനെ ഓരോരോ വഴികൾ തുറന്ന് പണം നമ്മളിലേക്ക് വരാനുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് നമുക്ക് തുറന്നു തരും. അപ്പം ആ ഒരു വഴിയിലൂടെയൊക്കെ നിങ്ങൾക്ക് പോകണം. നിങ്ങൾക്ക് ഒരുപാട് പണം സമ്പാദിക്കണം, നിങ്ങൾക്കൊരു കോടീശ്വരനാകണം, നിങ്ങളുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ മാറി നിങ്ങളൊരു ലക്ഷപ്രഭു ആകണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ഈ ഏഞ്ചൽ നമ്പർ മറന്നു പോകരുത്. 1176 എന്ന നമ്പർ നിങ്ങൾ എഴുതി ഞാൻ പറഞ്ഞ പോലെ പണം എന്നിലേക്ക് അനായാസം ഒഴുകിയെത്തുന്നതിന് യൂണിവേഴ്സിന് നന്ദി എന്ന് നിങ്ങൾ എഴുതി ആ ഒരു ചെറിയ പേപ്പർ 4 മടക്കി നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ അലമാരിയിൽ പണം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു പണം സൂക്ഷിക്കുന്ന സ്ഥലം ഏതാണോ അവിടെ നിങ്ങൾ ഇത് കൃത്യമായിട്ട് 4 മടക്കി ഈ പേപ്പർ വെക്കുക. നിങ്ങൾ ദിനം ഈ പേഴ്സിൽ നിങ്ങൾ എപ്പോഴൊക്കെയാണ് പേഴ്സ് വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് തുറക്കുകയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഈ പേപ്പറൊക്കെ ഒന്ന് എടുത്ത് നോക്കി അതൊന്ന് വായിക്കുക. ഈ പേപ്പർ നോക്കി എടുത്ത് വായിച്ചതിന് ശേഷം അതേപോലെ ആ പേപ്പർ തിരിച്ച് മടക്കി വെക്കുക. ഇനി പേപ്പർ എങ്ങാനും നിങ്ങളുടെ കയ്യിൽ നിന്ന് മിസ്സായി അല്ലെങ്കിൽ അതിനൊരു കേടുപാട് സംഭവിച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായും മറ്റൊരു പേപ്പറിലേക്ക് ഇത് എഴുതി അതേപോലെ തന്നെ 4 മടക്കി നിങ്ങൾ ഇതുപോലെ സൂക്ഷിക്കുക. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകിയെത്തിയിരിക്കും. യൂണിവേഴ്സ് അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും. ഇത് ഞാൻ തരുന്ന ഉറപ്പാണ്. നമ്മുടെ ഏഞ്ചൽ നമ്പറിൻ്റെ പവർഫുൾ ആയിട്ടുള്ള ഒരു വൈബ്രേഷനാണത്. നിങ്ങൾക്ക് എല്ലാവർക്കും പണം സമ്പാദിക്കാൻ പറ്റട്ടെ. അതിനുള്ള അവസരങ്ങൾ യൂണിവേഴ്സ് കാണിച്ചു തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലൂടെ മറ്റൊരു ദിവസം നാളെ ഓരോ ദിവസവും ഞാൻ വീഡിയോസ് ഇടുന്നുണ്ട്. അപ്പം നാളെ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. താഴെ കമൻറ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കുക. നമുക്കൊരു മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.